മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഏകനാഥ് ഷിൻഡെയുടെ അധികാരക്കുതിക്ക് ജനം മറുപടി നൽകുമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് ആദിത്യ താക്കറെ 24നോട്. തെരഞ്ഞെടുപ്പിൽ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിൽ തെറ്റില്ലെന്നും അദാനിക്ക് BJP നൽകിയ സൗജന്യങ്ങളാണ് ചോദ്യം ചെയ്യേണ്ടത് എന്നും ആദിത്യ പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലിയ പ്രചാരണമാണ് ആദിത്യ താക്കറെ ഇത്തവണ വർലിയിൽ നടത്തുന്നത്. ആദിത്യയുടെ പ്രചാരണ വാഹന വ്യൂഹമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് മാതോശ്രീയിൽ നിന്ന് നേരിട്ടിറങ്ങിയ ആദ്യ നേതാവാണ് ആദിത്യ താക്കറെ. വർലിയിൽ നിന്ന് അനായാസം കഴിഞ്ഞ തവണ ജയിച്ചു. പാർട്ടിയിലെ പിളർപ്പിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥിയായ മിലിന്ദ് ദേവറെയാണ് എതിരാളി. പോരാട്ടം കടുത്തെങ്കിലും ജയമുറപ്പെന്ന് ആദിത്യ പറയുന്നു. These are all cowards who ran away. For us, this is a fight about Maharashtra's pride. This is about Maharashtra. This is about federalism also. As much as like Kerala is fighting for its own right, its own identity, this is Maharashtra also fighting for its own right, its own identity. 2019 മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം BJPയും ശിവസേനയും ഇടഞ്ഞത്. എന്നിട്ടും ഇത്തവണ മുന്നണിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: The greed for CM's post is in Eknath Shinde's mind, is in Devendra Fadnavis's mind, not in our minds. സർക്കാർ വലിയ കടബാധ്യതയിലാണെങ്കിലും ക്ഷേമ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നതിൽ മത്സരിക്കുകയാണ് മുന്നണികൾ. എല്ലാം സാധ്യമെന്നാണ് ആദിത്യയുടെ വാദം. ചർച്ച ചെയ്യേണ്ടത് BJP സർക്കാരുകൾ അദാനിക്ക് നൽകുന്ന സൗജന്യങ്ങളാണ്. ധാരാവിയിലെ വികസന പദ്ധതി പോലും അദാനിക്ക് വേണ്ടിയെന്നാണ് വാദം. Given by BJP and Eknath Shinde to Adani are the biggest issue in Maharashtra today. Nobody minds welfare schemes for people, but it's the freebies being given to Adani. That is the bigger problem. പല വിഷയങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. കേരളത്തിൽ നടക്കുന്ന പോരാട്ടം പോലെ തന്നെയാണ് മഹാരാഷ്ട്രയിൽ അത്തരത്തിൽ ഫെഡറലിസം സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടമെന്നാണ് ആദിത്യ താക്കറെ പറയുന്നത്.